ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യാം? മെയിനായിട്ട് സ്കൂബ ഡൈവിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് സ്കൂബ ഡൈവിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ലക്ഷദ്വീപ്. അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. അതിൽ പല കാറ്റഗറി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു 4 മീറ്ററോളം താഴ്ച വരുന്ന സാധനമുണ്ട്. പറ്റുന്നവർ മാക്സിമം എന്ത് ചെയ്യുക, ഒരു 12 മീറ്റർ ഡെപ്ത് വരെയുള്ള സ്കൂബ ഡൈവിംഗ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ അത്ര നല്ല വിഷ്വൽസ് തന്നെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയാക്കിങ് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. പിന്നെ ടിന്നക്കർ ഐലൻഡിനും സാൻഡ് ബാങ്കിനും ഇടയിലായിട്ടുള്ളൊരു സ്ഥലത്തുള്ളൊരു സ്നോർക്കലിംഗ് ഉണ്ട്. മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സ്പീഷീസ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിംഗ് ആണ്. അതായത് കൽപ്പറ്റി ഐലൻഡ് ആ സൈഡ് പോകുമ്പോഴുള്ള ഗ്ലാസ് ബോട്ടിംഗ് ആണ്. അതായത് ഒരു ബോട്ടിൽ താഴത്ത് ചില്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലുള്ള വിഷ്വൽസൊക്കെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാലുള്ള ആക്ടിവിറ്റീസ്. പിന്നെ ചിലരൊക്കെ എന്ത് ചെയ്യും, വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബീച്ച് സൈഡിൽ തന്നെ ഒരു മീൻ ചുടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അതായത് ഒരു വലിയൊരു ടൂണ ഫിഷിനെ മേടിച്ചിട്ട് അതിന് എന്ത് ചെയ്യുക, ബീച്ചിൽ തന്നെ നൈറ്റ് ചുടുന്നൊരു സെറ്റപ്പ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ പോയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ലക്ഷദ്വീപിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കും.